കേരള ജുഡീഷ്യൽ സർവീസസ് പരീക്ഷ അഥവാ മുൻസിഫ് മജിസ്ട്രേറ്റ് എക്സാമിനേഷൻ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഓരോരുത്തർക്കും അവരുടെ വിജയത്തിലേക്ക് സഹായകമാകുന്ന വിധത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഈ ചാനലിലൂടെ വരും ദിവസങ്ങളിൽ പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. നമുക്ക് ആദ്യമായിട്ട് പരീക്ഷയുടെ സിലബസ് നോക്കാം. ബാക്കി കാര്യങ്ങൾ വരും വീഡിയോസിൽ ഷെയർ ചെയ്യാം. ഇപ്പോ പരീക്ഷയുടെ സിലബസിൽ നമുക്ക് 3 സ്റ്റേജസ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. രണ്ടാമത്തെ സ്റ്റേജ് ആണ് മെയിൻ എക്സാമിനേഷൻ, അത് റിട്ടൺ എക്സാമിനേഷൻ ആണ്, സബ്ജക്റ്റീവ് ആണ്. ലാസ്റ്റ് സ്റ്റേജ് ആണ് വൈവ. ഈ 3 സ്റ്റേജസിലൂടെയും കടന്നു വന്നിട്ടാണ് നമ്മൾ ഒരു മുൻസിഫ് മജിസ്ട്രേറ്റ് എന്ന നിലയിലേക്ക് എത്തുന്നത്. അപ്പോ പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. ഇതിനകത്ത് 3 പാർട്ടുകളാണ് ഉള്ളത്. ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സിലബസിൽ. പാർട്ട് എ എന്ന് പറയുന്നത് സിവിൽ സബ്ജക്ട്സ് ആണ്, പാർട്ട് ബി ക്രിമിനൽ ലോ സബ്ജക്ട്സുകളാണ്, പാർട്ട് സി എന്ന് പറയുന്നത് ജനറൽ ലോ ആൻഡ് സ്കിൽസ് ആണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇത് 3 പാർട്ടിലും കൂടെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 200 മാർക്കിനാണ് എക്സാം നടക്കുന്നത്. ഒരു ക്വസ്റ്റിന് 2 മാർക്ക് വെച്ചിട്ടാണ്. നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് കൂടെ ഉണ്ട്. ഒരു തെറ്റിന് 1 മാർക്ക് വെച്ചാണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. അപ്പൊ നമുക്ക് സിവിൽ ലോ സബ്ജക്ട്സിനെ കുറിച്ച് നോക്കാം. സ്ക്രീനിൽ പാർട്ട് എ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തേതായി വരുന്നത് കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്, സ്പെസിഫിക് റിലീഫ് ആക്ട്, ദെൻ കേരള ബിൽഡിംഗ് ലീസ് ആൻഡ് റെന്റ് കൺട്രോൾ ആക്ട്. ഇത്രയും ആക്ടുകളാണ് മെയിൻലി നമ്മുടെ സിവിൽ ലോ സബ്ജക്ട്സിലേക്ക് വരുന്നത്. ഇത്രയും പാർട്ടുകളിൽ നിന്നായിരിക്കും നമുക്ക് പാർട്ട് എയിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അടുത്തത് പാർട്ട് ബി ആണ്. അതിൽ ക്രിമിനൽ ലോ സബ്ജക്ട്സിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. ക്രിമിനൽ ലോ സബ്ജക്ട്സിൽ എന്താണ്? കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ, ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഈ 3ഉമാണ് പാർട്ട് ബിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പാർട്ട് സിയിൽ ജനറൽ ലോ ആൻഡ് സ്കിൽസിനെ കുറിച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. നമുക്കതൊന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ദെൻ ലീഗൽ GK അഥവാ ലീഗൽ ജനറൽ നോളജ് എന്ന് പറയുന്നതും, ദെൻ ലാസ്റ്റ് പാർട്ട് റീസണിങ് ആൻഡ് മെന്റൽ എബിലിറ്റി. അതായത് നമ്മുടെ ലീഗൽ റീസണിങ്സിനെ വെച്ചിട്ടായിരിക്കും ഇതിനകത്ത് പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് ശരി ഉത്തരം നമ്മൾ ചൂസ് ചെയ്യാണ് വേണ്ടത്. ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമ്മൾ കൂടുതലായിട്ടും ഇതിൽ ഡയറക്റ്റുമായിട്ടാണ് ഫെമിലിയർ ആവേണ്ടത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് മെയിൻ എക്സാമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇത്രയാണ് നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരും വീഡിയോകളിൽ ഇൻക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മെയിൻ എക്സാമിനെ കുറിച്ചും വൈവയെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. അതൊരു വാസ്റ്റ് ടോപ്പിക് ആണ്, അറിയാലോ. സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മൾ റിട്ടൺ എക്സാം ആണ് അതിനകത്ത് വരുന്നത്. നമുക്ക് അടുത്തതിന്റെ വീഡിയോയിൽ ആ സിലബസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം.